അബൂ കുഹാഫ എന്ന ഓമന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉസ്മാൻ ആയിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്. അവരുടെ പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട മുറത്തുമായി ബന്ധപ്പെട്ടതാണ്. സക്കറിൻ്റെ പുത്രി സൽമയായിരുന്നു മാതാവ്. അവർക്ക് ഉമ്മുൽ ഖൈർ എന്ന ഓമന പേര് കൂടി ഉണ്ടായിരുന്നു. പിതാവ് അബൂ ഖുഹാഫ ദീർഘകാലം ജീവിച്ചു. ഇസ്ലാമിനെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ വെറുക്കുകയും എതിർക്കുകയും ചെയ്തിരുന്നു. മക്ക വിജയ ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ കൂട്ടിക്കൊണ്ടുവന്നു. 90 തികഞ്ഞൊരു പടുവൃദ്ധനായിരുന്നു അന്ന് അദ്ദേഹം. താടിയും തലമുടിയും പാൽ നുര പോലെ വെളുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് സാക്ഷ്യവചനം ചൊല്ലിക്കൊടുത്തു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഹിജ്റ 14 മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 97 വയസ്സ് പ്രായമായിരുന്നു. കാഴ്ച നഷ്ടപ്പെട്ട് പരിക്ഷീണനായിരുന്നു അദ്ദേഹം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗമനം ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ നാന്ദി കുറിച്ചു. വരാനിരിക്കുന്ന ഒരു മഹാവിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു അത്. ഖദീജ ബീവിയും അലി റളിയല്ലാഹു അൻഹുവും സയ്യിദ് ബിൻ ഹാരിസയും മാത്രമായിരുന്നു അന്ന് ഇസ്ലാമിലെ അംഗങ്ങൾ. ഒരു സ്ത്രീയും ഒരു പാവപ്പെട്ട ഒരു കുട്ടിയും ഒരു അടിമയും. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രചരണം തുടങ്ങി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സുബൈർ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വക്കാസ്, ത്വൽഹത്ത് എന്നീ പ്രസിദ്ധരായ സ്വഹാബിമാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രബോധന പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. അനന്തര ജീവിതത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലം കൈയും ഉറ്റ ചങ്ങാതിയും ഉറ്റ കൂട്ടാളിയുമായി തീർന്നു. മുഹമ്മദും അബൂബക്കറും ഒരു കാര്യത്തിൽ യോജിച്ചു കഴിഞ്ഞാൽ അത് തള്ളിക്കളയാവുന്നതല്ല എന്ന് മക്ക നിവാസികൾക്ക് അറിയാമായിരുന്നു. അത് കാരണം അബൂബക്കറിൻ്റെ പ്രബോധന പ്രവർത്തനത്തിന് നല്ല ഫലമുണ്ടായി. പ്രസിദ്ധരായ പലരും അദ്ദേഹത്തിൻ്റെ വഴിക്ക് ഇസ്ലാം സ്വീകരിച്ചു. ഉസ്മാൻ ബിൻ മലൂൻ, അബൂ ഉബൈദ, അബൂ സൽമ, ഖാലിദ് ബിൻ സയ്യിദ് എന്നിങ്ങനെ പലരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അദ്ദേഹം ഒരിക്കലും കൂട്ടുപിരിയാത്തൊരു തുണയായിരുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും ആപൽഘട്ടത്തിലും നിർഭയാവസ്ഥയിലുമൊക്കെ അബൂബക്കറിൻ്റെ സമ്പത്തും ശരീരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച മാർഗത്തിൽ സമർപ്പിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയുണ്ടായി, നമുക്ക് സഹായം നൽകിയ ഒരാൾക്കും നാം പ്രത്യുപകാരം നൽകാതിരുന്നിട്ടില്ല, അബൂബക്കറിനൊഴികെ. അദ്ദേഹം നൽകിയ സഹായത്തിൻ്റെ പ്രതിഫലം അള്ളാഹു തന്നെയാണ് അന്ത്യനാളിൽ നൽകേണ്ടത്. അബൂബക്കറിൻ്റെ സമ്പത്ത് നമുക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടേതും ഉപകരിച്ചിട്ടുമില്ല. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്ലാമിനെ മുന്നിൽ വെച്ച് കൊടുത്തപ്പോൾ ഏതൊരാളും പ്രമുഖ ഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഒരു വിമുഖത കാട്ടാതിരുന്നിട്ടില്ല, അബൂബക്കർ ഒഴികെ. അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. ഒട്ടും സംശയിക്കാതെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം ഒരിക്കൽ മാത്രമായിരുന്നില്ല, പലപ്പോഴും അതങ്ങനെ തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറയുന്നുവോ അദ്ദേഹം അത് അപ്പടി വിശ്വസിക്കും. വീണ്ടും വിചാരമോ സംശയമോ അതിലില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ സമീപത്ത് ചിന്താമഗ്നനായിരിക്കുകയാണ്. അബൂജഹിൽ അടുത്തു വന്നു പരിഹാസത്തോടെ ചോദിച്ചു, അല്ല മുഹമ്മദേ, ഇന്ന് പുതിയ വല്ല വിശേഷവും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർത്തി അബൂജഹലിനോട് പറഞ്ഞു, ഉണ്ട്. ഇന്നലെ രാത്രി ഞാൻ സിറിയയിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആനയിക്കപ്പെട്ടു. അബൂജഹൽ നേരം പുലർന്നപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത് മടങ്ങിയെത്തുകയും ചെയ്തു, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അബൂജഹൽ ഒരു പുതിയ സന്ദർഭം കൈവന്ന സന്തോഷത്തോടെ തൻ്റെ കൂട്ടുകാരോട് ആർത്തട്ടഹസിച്ച് പറഞ്ഞു, സഹോദരന്മാരെ വരി, ഇതാ മുഹമ്മദിൻ്റെ ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നു. അവർ ഓടിക്കൂടി. ഇപ്രാവശ്യം തന്നെ അനുയായികൾ മുഹമ്മദിനെ കൈയൊഴിയുമെന്ന് അവർ കണക്ക് കൂട്ടി. അത്രമാത്രം അസംഭവ്യമായ കാര്യമാണ് പുതിയ വാദം. അബൂജഹൽ കൂട്ടുകാർക്ക് വിശദീകരിച്ചു കൊടുത്തു. മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം സൃഷ്ടിക്കാൻ അവർ കിണഞ്ഞ് ശ്രമിച്ചു. ഒരു സംഘം അബൂബക്കറിൻ്റെ സമീപത്ത് ചെന്നു. അവർ അദ്ദേഹത്തെ വിളിച്ചു. അബൂബക്കർ
വളരെ അത്ഭുതമായിട്ടുണ്ട് നിന്റെ കൂട്ടുകാരൻ്റെ പുതിയ വാദം എന്ന് പറഞ്ഞു. അബൂബക്കർ ചോദിച്ചു, എന്താണ് ഉണ്ടായത്? അവർ പറഞ്ഞു, ബുദ്ധിശൂന്യമായ വാദം. എങ്ങനെ നിങ്ങൾ ഇതൊക്കെ സഹിക്കും? ഇന്നലെ രാത്രി നിന്റെ കൂട്ടുകാരൻ ബൈത്തുൽ മുഖദ്ദസിൽ പോയത്രേ. പുലരുന്നതിന് മുമ്പ് മടങ്ങി വരികയും ചെയ്തു. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ സത്യം തന്നെയായിരിക്കും, ഒരു സംശയവുമില്ല. ഞങ്ങൾ എന്തിന് സംശയിക്കണം? അതിലുപരി എത്ര വലിയ കാര്യങ്ങളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആകാശലോകത്ത് നിന്ന് പ്രഭാതത്തിലും പ്രദോഷത്തിലും അദ്ദേഹത്തിന് ലഭിക്കുന്ന വൃത്താന്തം വിശ്വസിച്ചവരാണ് ഞങ്ങൾ. അതിലുപരിയാണോ ഇത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ പരിസരത്ത് തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്രയിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് സത്യസന്ധനാണ്, അങ്ങ് സത്യസന്ധനാണ്, അള്ളാഹു സാക്ഷിയാണ്. തീരുന്നില്ല അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രപരമായ സംഭവങ്ങൾ. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനം നിസ്തുലമാണ്. അത് മറ്റൊരാൾ ഏറ്റെടുക്കാനില്ല. അതേക്കുറിച്ചുള്ള സംഭവങ്ങൾ മറ്റൊരു വീഡിയോയിൽ പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.